Hi, Gotsi here. വെച്ച് താമസിപ്പിക്കേണ്ട. Come on, just straight to the video. Welcome. തുടക്കം കുറിക്കാം ഇത് വെച്ച് തന്നെ. പച്ചക്കറിയും നോൺ വെജ് വിഭവങ്ങൾ. ഇറച്ചി ഏതുമായിക്കൊള്ളട്ടെ ഒന്ന് വരട്ടിയെടുക്കണമെങ്കിൽ ചീനച്ചട്ടിയിൽ ആ ചെറിയ അളവേ ഉള്ളൂ എങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒന്നിന്റെ മേലെ വീണ് അത് കുറേ നേരം അവിടെ നിന്ന് ഗ്യാസ് ലാഭിക്കുന്നു എന്ന് കരുതി നിങ്ങൾ അത് വരട്ടുവാണെങ്കിൽ അത് ഗ്യാസ് മാത്രമല്ല കേട്ടോ, സമയം അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. മാത്രമല്ല ടേസ്റ്റും. ഞാൻ തെളിച്ചു പറയാം. ഒരു 1/2 കിലോ ഇറച്ചി വരട്ടാനായിട്ട് വലിയ ഒരു ഉരുളി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഏകദേശം ഉണ്ടെങ്കിൽ ഉരുളി എന്നെ എടുക്കാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചീനച്ചട്ടിയിലും ഉരുളിയിലും നിങ്ങൾ ഒരേ വിഭവം തന്നെ ഉണ്ടാക്കി നോക്കും. ചീനച്ചട്ടിയിൽ അത് മേലെ കിടന്ന് അത്രയും നേരം നിന്ന് വരട്ടിയെടുക്കുമ്പോൾ അത് 2-3 തവണ നമ്മളത് റീഹീറ്റ് ചെയ്യുമ്പോഴായിരിക്കും 3ാമത്തെ തവണ അത് ടേസ്റ്റ് കൂടി വരുന്നത്. അതേസമയം ഇവിടെ അത് ഇടയ്ക്ക് കൂടെ ചൂട് കയറി നല്ലവണ്ണം അങ്ങോട്ട് ഉരുണ്ട് അങ്ങോട്ട് വരട്ടിയെടുക്കാൻ വിശാലതയുള്ള ഉരുളിയിലാണെങ്കിൽ അത് അറ്റ് വൺ ഷോട്ട് ഒറ്റ തവണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ആ വരട്ടലിൻ്റെ ആ ഒരു ഉഗ്രൻ ടേസ്റ്റ് നമുക്ക് കീഴടക്കാം എന്നുള്ളതാണ്. അല്ലേ? തീർന്നില്ല. ഞങ്ങളെ തമ്മിൽ ഒരുമിച്ചിട്ടാലും പിരിയേണ്ടപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കാണ്ട് അങ്ങോട്ട് പിരിഞ്ഞു പോകും എന്നുള്ള വിഭവങ്ങൾ ചീനച്ചട്ടിയിലേക്കും ഒരുപാട് അങ്ങോട്ട് മുട്ടിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ തമ്മിൽ പിടിപിടിക്കാൻ നിങ്ങളൊന്ന് പണിയും എന്ന് പറയുന്ന വിഭവങ്ങളെ ഉരുളിയിലേക്കാണ് ഇട്ടുകൊടുക്കേണ്ടത്. അതായത് നിരത്തി തന്നെ ഇട്ടങ്ങോട്ട് പൊരിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന പൊരിക്കലും വറുക്കലും അവ ഉരുളിയിലേക്ക്. ദാറ്റ്സ് വൺ ഓഫ് ദ റൂൾ. അതൊരു നിയമമാണ്. യെസ്. ഇനി നമ്മുടെ റൂൾ നമ്പർ 2. ഡീപ് ഫ്രൈ ചെയ്യാൻ നേരം നമ്മൾ വറുക്കുന്ന സാധനം ഏകദേശം ഉരുണ്ടിട്ടുള്ള ഷേപ്പിലും ഉള്ളിലേക്ക് വേവ് ഉള്ളവയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ ഇറച്ചി വറുത്തെടുക്കുക, ഇങ്ങനെ കബാബ് പോലെയുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ചീനച്ചട്ടി തന്നെ എടുക്കാം. കുറച്ച് എണ്ണയിൽ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ അതിൻ്റെ തീ ഒരുപാട് വേസ്റ്റ് ആവില്ല. പക്ഷെ ഒരുപാട് വേവില്ല, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുത്ത് കോരാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉരുളി തന്നെ തിരഞ്ഞെടുക്കാം. ഹൈ ഫ്ലെയിമിൽ നമ്മൾ ചീനച്ചട്ടിയുടെ അടുത്ത് നിൽക്കുവാണെങ്കിൽ ആ ചുറ്റുപാടങ്ങ് പെട്ടെന്ന് ചൂടാവും, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ. അതേസമയം അത്രയും ഫ്ലെയിം തന്നെ ഏതെങ്കിലും പരന്ന പാത്രമോ അല്ലെങ്കിൽ നമുക്ക് ഉരുളിക്കാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ ആ ചുറ്റുപാട് ചൂടാവാൻ അത് കുറച്ചും കൂടെ നേരമാവും. തീയും ചൂടും നമ്മുടെ ചീനച്ചട്ടിയിൽ ഹൈ ഫ്ലെയിമിൽ വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നഷ്ടപ്പെടും. അതേസമയം ഉരുളിയാണെങ്കിൽ അത്രയും അങ്ങോട്ട് നഷ്ടം കുറവേ വരും. റൂൾ നമ്പർ 3. വിഭവം അറിഞ്ഞ് പാത്രം തിരഞ്ഞെടുക്കുക. ഡീപ് ഫ്രൈ ചെയ്യാനായിട്ട് ചീനച്ചട്ടി തന്നെയാണ് ഏറ്റവും കുറച്ച് എണ്ണ ഉപയോഗിക്കുന്ന ഒരു പാത്രം എന്നുള്ളത് നിസ്സംശയം. പക്ഷേ നമ്മൾ വറുക്കുന്ന ഭക്ഷണം പരന്നതോ ചെറിയ ഉരുളകൾ പോലെ സൈസിൽ ചെറുതാണെങ്കിൽ ചീനച്ചട്ടിയിൽ 2 ബാച്ചായിട്ട് എണ്ണ കുറച്ച് വറുത്തെടുക്കുന്നതിന് പകരം നമ്മൾ ഉരുളിയിൽ ഒറ്റ ബാച്ചായിട്ട് ഇട്ടെടുക്കാം. എണ്ണയുടെ അളവ് ഒരുപാട് വ്യത്യാസം വരില്ല എന്ന് മാത്രമല്ല, അറ്റ്ലീസ്റ്റ് 40-30% എങ്കിലും ടൈം സേവിങ്ങും കൂടിയാണ്. ഇത് പരിപ്പുവട ആണെങ്കിൽ തന്നെയും നല്ലവണ്ണം കനം കുറച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് കുറവ് എണ്ണയും സമയവും മാത്രമല്ല അച്ചപ്പം പോലെ തന്നെ ഉടയാണ്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഉരുളിക്ക് സമമായിട്ടുള്ള ഈ ഒരു പരന്ന പാത്രം തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് നല്ല ഒരു ഉദാഹരണമാണ്. ചില സമയത്തൊക്കെ നമുക്ക് ഒരു പരന്ന ചീനച്ചട്ടി മതിയോ അല്ലെങ്കിൽ ഉരുളി തന്നെ അങ്ങോട്ട് എടുക്കണം എന്നുള്ളതൊക്കെ തോന്നും. ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റസ് ആണ്. അപ്പോൾ അതൊന്ന് തീർത്തുകളായി വരും. പാത്രത്തിന്റെ സൈസും കൂടെ നമുക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരേ സൈസുള്ള ചീനച്ചട്ടിയും ഉണ്ട് ഉരുളിയും ഉണ്ട്, ഏതാ എടുക്കണ്ടേ എന്നറിയാൻ പാടില്ല എന്നുള്ള ഒരു ജംഗ്ഷനിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിലും ഡ്രൈ റോസ്റ്റ്, വരട്ടൽ, വറുക്കൽ ഇവയ്ക്ക് തീർച്ചയായിട്ടും ഉരുളി തന്നെ എടുത്തോ. കാരണം ഉരുളിയുടെ ഒരു സ്റ്റാൻഡേർഡ് ഫീച്ചർ എന്ന് പറയുന്നത് നല്ല കനമേറിയ പാത്രം എന്നുള്ളത് തന്നെയാണ്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ചീനച്ചട്ടിയും ഒരേ സൈസും ഏകദേശം ഒരേ കനം ആണെങ്കിൽ തന്നെയും വിശാലമായ ആ ഒരു പരപ്പൻ ഷേപ്പ് കൊണ്ട് ഉരുളിക്ക് ആഡഡ് ആയിട്ട് മറ്റൊരു ഫീച്ചറും കൂടെ ഉണ്ട്. അതായത് ഗ്യാസ് ഒരുപാട് നഷ്ടം വരില്ല എന്നുള്ളത്. അവോയ്ഡ് LPG ലോസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ ഓൾമോസ്റ്റ് ഒരു 6 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണുവാണെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. സോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലുള്ളപ്പോൾ ഉരുളി തന്നെ തിരഞ്ഞെടുക്കാം. പിന്നെ നമ്മൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ വല്ല പെരുന്നാൾ ദിവസമോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വല്ല വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ ഈ കാര്യത്തിന് ഉരുളി തന്നെയാണ് നമുക്ക് നല്ലത് എന്ന് അറിയുമ്പോഴും
ചിലപ്പോൾ അത് ഒഴിച്ചെടുത്ത് കഴുകിയെടുക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ മറ്റുള്ള പാത്രങ്ങൾ ചിലപ്പോൾ എടുത്തുകൊണ്ട് വരും. പക്ഷേ ഈ ഒരു ബേസിക് റൂൾസ് നമ്മൾ കഴിയുന്ന സ്ഥലത്ത് യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും എന്നതാണ് നമ്മുടെ ഉദ്ദേശം. Am I right? Yes. I am is the right. വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടാ. വീണ്ടും കാണാട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട്. Until then, take care. This is Godsi from Godsi's Washing Malayalam. Goodbye.